വിശദമായ വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ കോൺഗ്രസിന്റെ അന്തിമ തീരുമാനം നാളെ. ഉപതെരഞ്ഞെടുപ്പ് സാധ്യത ഇല്ലാതാക്കിയുള്ള തീരുമാനത്തിന് മുൻതൂക്കം നൽകിയേക്കും. രാജിയേക്കാൾ സസ്പെൻഷന് മുൻഗണന നൽകാനാണ് സാധ്യത. KR സാജു ചേരുന്നു. സാജു, MLA സ്ഥാനത്ത് നിന്ന് ഒരു രാജി വേണ്ട, സസ്പെൻഷനിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിലേക്കാണോ കോൺഗ്രസ് എത്തുന്നത്? നാളെയായിരിക്കുമോ തീരുമാനം? തീരുമാനത്തിലേക്ക് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല ധന്യ. പക്ഷേ കോൺഗ്രസിൽ ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നേതാക്കളുമായുള്ള ആശയവിനിമയം തുടരുകയാണ്. ഈ ആശയവിനിമയത്തിനിടയിലാണ് വിവിധ നേതാക്കൾ, MPമാർ അടക്കമുള്ളവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് വേണ്ടത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ വരുന്നത് ശരിയാവില്ല. അത് പലപ്പോഴും തിരിച്ചടിക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്ന ആശങ്ക ഇന്ന് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ആശങ്ക കൂടുതൽ നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല ചില നിയമവിദഗ്ധരും കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് സാധ്യത ഈ ഘട്ടത്തിൽ പൂർണ്ണമായും തള്ളാനാവില്ല രാജിവെച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാത്ത ഒരു നടപടി വേണം. അതായത് ഉപതെരഞ്ഞെടുപ്പ് വരാതിരിക്കണമെങ്കിൽ രാജി ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ രാജി ഒഴിവാക്കുമ്പോഴും ഒരു നടപടി കൂടി വേണം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ പാർലമെന്ററി പാർട്ടിയിലടക്കം സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണുള്ളത്. അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. ചർച്ചകൾ ഈ ഘട്ടത്തിലും പുരോഗമിക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഒഴിവാകാനുള്ള സാധ്യതകൾ ഈ ചർച്ചകളിൽ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപതെരഞ്ഞെടുപ്പ് ഭീതിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നത് എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ധന്യ. ശരി സാജു. സസ്പെൻഷൻ മതി എന്ന തീരുമാനത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നു. രാജി തൽക്കാലം വേണ്ട, സസ്പെൻഷനിൽ തടിയൂരാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. നാളെയായിരിക്കും ഇതിൽ അന്തിമ തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുക എന്ന് മനസ്സിലാക്കുന്നു. സാജു ചേരുന്നുണ്ട്. സാജു, അതിൽ തീരുന്നതാണോ നിലവിലെ കോൺഗ്രസിലെ പ്രതിസന്ധി എന്നുള്ളതാണ്? സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന VD സതീശൻ ഉൾപ്പെടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ്, ഇല്ലെങ്കിൽ ഒരു മൈലേജ്, അതെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കില്ലേ? സസ്പെൻഷനിൽ നിന്ന് എന്തായിരിക്കും പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? മാത്രവുമല്ല AICCയുടെ നിർദ്ദേശം ആ രീതിയിൽ തന്നെയായിരിക്കുമോ? കേസിൽ തീരുമാനമെടുക്കാനാണ് ധന്യ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വാഭാവികമായും നാളെ ഇത് സംബന്ധിച്ച കേരളത്തിന്റെ KPCC നേതൃത്വത്തിന്റെ തീരുമാനം ഹൈക്കമാൻഡിനെ രേഖാമൂലമായിരിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിക്കുക. അത് ചർച്ചകൾ പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും. ഏതായാലും VD സതീശനായിരുന്നു മാതൃകാപരമായ തീരുമാനം വേണം എന്ന നിലയിലുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നത്. പിന്നീട് രമേശ് ചെന്നിത്തലയും ആ തീരുമാനത്തിനൊപ്പം ചേർന്നു. പക്ഷേ ചർച്ച മറ്റു ഭാരവാഹികളിലേക്ക് നീങ്ങുമ്പോൾ മുതിർന്ന നേതാക്കൾ എടുത്ത അത്രയും സ്ട്രോങ് ആയ നിലപാട് ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായ ചർച്ചകളിലേക്ക് കടക്കുമ്പോഴേക്കും രാജി വേണ്ടതില്ല, ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം അനുവദിക്കാൻ ആവില്ല എന്ന നിലപാടുകൾ കൂടുതൽ ശക്തമായി ഉയർന്നു വന്നു. മാത്രമല്ല ഈ രാജിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ നേതാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് MPമാരടക്കമുള്ളവരിലേക്ക്, KPCC ഭാരവാഹികളിലേക്കൊക്കെ ആശയവിനിമയം നീണ്ടപ്പോൾ അത്തരം കാര്യങ്ങൾ രൂപം കൊണ്ടു. വൈകാരികമായി എടുക്കേണ്ടതല്ല തീരുമാനം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പോലും ഉപതെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാലക്കാട് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കൂടി ഈ ഇമേജ് ക്ലിയർ ചെയ്തു പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മുതിർന്ന നേതാക്കൾ വാക്കുമാറ്റുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തീരുമാനങ്ങളിൽ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിലും വനിതാ നേതാക്കൾ ഉറച്ച തീരുമാനത്തിലാണ്. അവരുടെ സമ്മർദ്ദം തുടരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്കും ഇല്ലെങ്കിൽ കൂടുതൽ സമ്മർദ്ദത്തിലേക്കും പാർട്ടി കടക്കുകയല്ലേ? കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വനിതാ നേതാക്കൾ അടക്കമുള്ളവർ ചില പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കണം എന്ന നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായും അതിൽ നിന്നും പിന്നോക്കം പോകുന്നു എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ്. അതോടുകൂടി അത്തരം പ്രതികരണങ്ങൾ, ഇനി ആ നേതാക്കളുടെ നിലപാടുകൾ എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ
നാളെ രാവിലേക്ക് അവരുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടി വരും. ഏതായാലും വി.ഡി. സതീശൻ എടുത്ത കടുത്ത നിലപാട്, അതിനെ പിന്താങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമല്ല ഭൂരിഭാഗം ഭാരവാഹികളും എന്നിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപതെരഞ്ഞെടുപ്പ് ഭീതി തന്നെയാണ്. മറ്റൊന്ന്, ഇത്ര കടുത്ത തീരുമാനങ്ങൾ അതിവൈകാരികമായി എടുക്കുന്നതാണ്. കേസോ അല്ലെങ്കിൽ കോടതി ഉത്തരവുകളോ ഒന്നുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഭാരവാഹികൾ അടക്കമുള്ളവർ ഉണ്ട് താനും. സ്വാഭാവികമായും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ അഭിപ്രായങ്ങളും എടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഏതായാലും നാളേക്ക് ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അതായത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ KPCCയുടെ നിലപാട് അറിയിക്കും. അതിനനുസരിച്ച് പിന്നീട് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. സ്വാഭാവികമായും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് വഴങ്ങേണ്ടി വരും എന്നതാണ് വസ്തുത. കാരണം ഇത്രയധികം ചർച്ചകൾ താഴെത്തട്ടിലെ ഭാരവാഹികളിലേക്ക് വരുംതോറും, അതായത് KPCC ഭാരവാഹികളിലേക്കും MP-മാരിലേക്കും ഒക്കെ വരുമ്പോൾ നേരത്തെ വി.ഡി. സതീശൻ എടുത്തതുപോലുള്ള ഒരു കടുത്ത നിലപാട് ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും നിയമവിദഗ്ധരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയുണ്ടെങ്കിൽ ആ രാജ്യം ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അടുത്ത നടപടി എടുക്കാം എന്നതിനെ കുറിച്ചാണ് പൊളിറ്റിക്കൽ മാത്രമല്ല വൈകാരികമായി കൂടി പാർട്ടിക്കുള്ളിലെ ആളുകൾ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇല്ലെങ്കിൽ നിലപാട് മാറ്റമൊക്കെ ഏത് തരത്തിലായിരിക്കും ആഘാതം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കാണേണ്ടിയും വരും. പക്ഷേ ഇന്നിപ്പോൾ അഭ്യർത്ഥന നടത്തിയിരുന്നു തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനി അദ്ദേഹം അഭ്യർത്ഥിച്ചില്ലായിരുന്നെങ്കിലും പാർട്ടി അത് കേട്ടു തന്നെ പോകുമായിരുന്നു. അതെപ്പോഴായിരിക്കും, എപ്പോഴാണ് ഈ കാര്യത്തിൽ വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുക എന്നറിയുന്നത്? അതിൽ നിന്ന് ഒരു തീരുമാനത്തിലേക്ക് ആവില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ എന്താണ്, രാജിയാണോ ഇല്ലെങ്കിൽ സസ്പെൻഷനാണോ എന്നൊക്കെയുള്ളതിൽ ഒരു ധാരണയായിട്ടുണ്ട്. പക്ഷെ ഇത് കേൾക്കുക എന്നൊന്നുണ്ട്, അതെപ്പോഴായിരിക്കും? ഭാരവാഹികളുമായുള്ള ആശയവിനിമയം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തെ കേൾക്കുക. അത് ഇന്ന് രാത്രി തന്നെ ഉണ്ടായേക്കുമെന്നാണ് നമുക്കുള്ള സൂചനകൾ. ഒരുപക്ഷെ ടെലിഫോണിലുള്ള ആശയവിനിമയമായിരിക്കും KPCC അധ്യക്ഷൻ നേരിട്ട് നടത്തുക. KPCC അധ്യക്ഷൻ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണം കേൾക്കുക. കാരണം മറ്റു ഭാരവാഹികൾ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും വിശദീകരണം തേടാൻ. കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അന്തിമ തീരുമാനം തന്നെ വൈകുന്നതിലേക്ക് എത്തുകയും ചെയ്യും എന്നതിലും യാതൊരു സംശയവുമില്ല. നാളെ തീരുമാനം എന്ന് പറയുമ്പോൾ അത് നേതൃത്വത്തിന്റെ ആശയവിനിമയങ്ങളിൽ നിന്ന് ഉള്ള ധാരണയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ കാര്യങ്ങൾ തനിക്ക് വിശദീകരിക്കാനുണ്ട്, അതുകൂടി കേൾക്കണം, ഇന്നത്തെ വിശദീകരണത്തിന് ശേഷവും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനുകൂടി നേതൃത്വത്തിന് വഴങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആരോപണ വിധേയനായ ആളെ കേൾക്കാതെ ഒരു തീരുമാനത്തിലേക്കും എത്താൻ ഒരു സംഘടനയുടെയും ഒരു പാർട്ടിയുടെയും നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൂടി പരിഗണിക്കപ്പെടേണ്ടി വരും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഒഴിവാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. അത് കോൺഗ്രസിനെ ഉപതെരഞ്ഞെടുപ്പ് ഭീതി വല്ലാതെ അലട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില നിയമവിദഗ്ധരെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് രാജിവെച്ചു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല എന്ന ഒരു നിയമോപദേശമാണ് കോൺഗ്രസിന് കൈമാറിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നേതൃതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതോടുകൂടിയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നേരത്തെ രാജി എന്നിടത്തേക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായ രൂപീകരണം നടന്നിടത്തു നിന്നും കോൺഗ്രസിലെ നേതാക്കൾ അതിൽ നിന്നും പിന്നോട്ടു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏറ്റവും അവസാനമായി എടുക്കാൻ സാധ്യതയുള്ള നടപടികൾ സസ്പെൻഷൻ എന്നതിലേക്ക് മുൻതൂക്കം ചർച്ചകളിൽ വരുന്നു എന്ന വിലയിരുത്തലാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി എടുത്തുകൊണ്ട് അതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്ന സന്ദേശം നൽകാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. പക്ഷേ അത് എത്രത്തോളം അതൊക്കെ പ്രായോഗികമായി നടപ്പാക്കപ്പെടും എന്നതൊക്കെയാണ് ചോദ്യമായി നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നേതാക്കളിൽ ഒരു വിഭാഗമെങ്കിലും ഈ മുഴുവൻ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് KPCC അധ്യക്ഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അവരിൽ ഒരു വിഭാഗമെങ്കിലും നടപടിയെടുക്കുമ്പോൾ അത് മാതൃകാപരമായിരിക്കണം എന്നിരിക്കെ തന്നെ പാർട്ടിയെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോയി പ്രതിസന്ധിയിലാക്കരുത് എന്ന മുന്നറിയിപ്പ് തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. അതാണ് സാജു, അത് എത്രത്തോളം പ്രതിസന്ധി പാർട്ടിക്ക് വീണ്ടും ഉണ്ടാക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാതൃക കാണിക്കുമെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ആ നിലപാടിൽ നിന്ന് അയയുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത്, ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം ശരിയാണ്, ആ മണ്ഡലം നഷ്ടമാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്ക പാർട്ടിയെ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും
എന്തായാലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായതുകൊണ്ടും വൈകാരികമായിട്ടുള്ളൊരു സംഗതി പൊളിറ്റിക്കലി ഏത് തരത്തിലായിരിക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നേതാക്കൾ മാറുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. മാത്രവുമല്ല, വനിതാ നേതാക്കൾ ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാൾ പാർട്ടിയിൽ പോലും തുടരേണ്ടതില്ല എന്ന നിലപാടിൽ വനിതാ നേതാക്കൾ ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അയവ് വരുന്നത്. രാജി ഉണ്ടാകില്ല. സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം കോൺഗ്രസ് നേരിടേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്